നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ തിങ്ക് സോ, ഐ ഹോപ്പ് സോ, ഐ ഗസ് സോ എന്നുള്ള 3 എക്സ്പ്രഷനുകളെ പറ്റിയാണ്. നമുക്കതെന്താണെന്ന് നോക്കാം. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 3 എക്സ്പ്രഷനുകളാണ് ഐ തിങ്ക് സോയും, ഐ ഹോപ്പ് സോയും, ഐ ഗസ് സോയും. നിങ്ങൾ മൂവീസിലും സീരീസിലുമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ഥിരമായിട്ട് നിങ്ങൾ കോൺവെർസേഷനുകളൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഐ തിങ്ക് സോ, ഐ ഹോപ്പ് സോ, ഐ ഗസ് സോ ഒക്കെ. നമുക്കതെന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ ടു നൈറ്റ്? അതായത് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് ഗോയിങ് ടു റെയിൻ ടു നൈറ്റ്? ഇന്ന് രാത്രി മഴ പെയ്യുമോ എന്ന് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മഴ പെയ്യുമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ, അതായത് കാലാവസ്ഥയെ കണ്ടിട്ട് മഴ പെയ്യുമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ആൻസർ കൊടുക്കാം, ഐ തിങ്ക് സോ, ഐ തിങ്ക് സോ എന്ന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. മലയാളത്തിൽ അതിൻ്റെ ആശയം എനിക്ക് തോന്നുന്നു, സിറ്റുവേഷനെ കണ്ടിട്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നു എന്നാണ് അതിൻ്റെ ആശയം. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പില്ല, നിങ്ങൾ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത് പറയുകയാണ്. അതായത് കാലാവസ്ഥയെ കണ്ടിട്ട് നിങ്ങൾ പറയുകയാണ്, ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മഴ പെയ്യുമെന്ന് എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ തന്നെ മൊത്തത്തിൽ ആ സെൻറ്റൻസ് മുഴുവനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് സോയിൽ തന്നെ നമുക്ക് ആ ഒരു ആശയം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മഴ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മഴ പെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ കൊടുക്കാം, ഐ ഹോപ്പ് സോ, അതായത് ഞാനതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് മഴ പെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഹോപ്പ് നോട്ടെന്നും ആൻസർ കൊടുക്കാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 എക്സ്പ്രഷനുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കോൺവെർസേഷനിൽ കേൾക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ആർ ദേ ഓക്കെ? ഇതൊരു കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ആർ ദേ ഓക്കെ? സിറ്റുവേഷൻ എന്തെങ്കിലും ആകാം, അവരുടെ ആരോഗ്യത്തെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തെ പറ്റിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനെ പറ്റി ചോദിക്കുന്നതാണ്, ഒരാൾ ചോദിക്കുന്നതാണ്. ആർ ദേ ഓക്കെ? അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം അതിനൊരാൾ മറുപടി കൊടുക്കുകയാണ്, ഐ ഹോപ്പ് സോ എന്ന് വെച്ചാൽ ഞാനതാണ് പ്രതീക്ഷിക്കുന്നത്, അവർ ഓക്കെ ആയിട്ടിരിക്കാനായിട്ടാണ്, അതായത് അവർ നല്ലതായിട്ടിരിക്കാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊരു ആൻസറാണ്. അതായത് നിങ്ങൾക്ക് അവർ നല്ലതായിട്ടിരിക്കണമെങ്കിൽ, അതായത് അതിനൊരു പോസിറ്റീവ് ആൻസർ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഐ ഹോപ്പ് സോ എന്ന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. അതേപോലെ ഐ തിങ്ക് സോ എന്ന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. നിങ്ങൾക്ക് വലിയ ഷുവർ അല്ലെങ്കിൽ, അതായത് മീൻസ് അവരെ പറ്റി, അവരുടെ ആ സ്ഥിതി, അവരുടെ ആ കണ്ടീഷൻസ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ തിങ്ക് സോ എന്ന് പറയാം. അതായത് എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചെറിയൊരു അറിവ് വെച്ച് നിങ്ങൾക്ക് പറയാം, ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതേപോലെ ഐ ഗസ്സോ എന്നും പറയാൻ സാധിക്കും. ഐ ഗസ്സോ നമ്മൾ എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ആ കാര്യത്തെപ്പറ്റി വലുതായിട്ട് അന്വേഷിക്കുന്നില്ലെങ്കിൽ, അതായത് അതിനെപ്പറ്റി വലുതായിട്ട് കെയർ ചെയ്യുന്നില്ലെങ്കിൽ, അതിനെപ്പറ്റി വലുതായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മറുപടി കൊടുക്കാം, ഐ ഗസ്സോ. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് തന്നെയാണ് ആശയം. പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക, അതിനെപ്പറ്റി നിങ്ങൾ കെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഗസ്സോ എന്ന് നിങ്ങൾക്ക് പറയാം. അതിൻ്റെ ഒരു ആശയം പിടികിട്ടുന്ന വിചാരിക്കുന്നത് ഐ തിങ്ക് സോയും ഐ ഗസ് സോയും തമ്മിലുള്ളൊരു ഡിഫറൻസ്. നിങ്ങൾ അതിനെപ്പറ്റി കുറച്ച് അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ തിങ്ക് സോ എന്ന് പറയാം, എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾക്കൊരു മറുപടി കൊടുക്കാം. നിങ്ങൾ അതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ലെങ്കിൽ, ആ കാര്യത്തെപ്പറ്റി അറിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, അതിനെപ്പറ്റി നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഗസ് സോ എന്നും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഈ ഒരു എക്സ്പ്രഷനുകളൊക്കെ സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. വിൽ ദെയർ ബി ഇനഫ് ഫോർ എവരിവൺ? എല്ലാവർക്കും ആവശ്യത്തിനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തെങ്കിലും ആകാം, സിറ്റുവേഷനാണ്, ഒരു കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ഫുഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആകാം. അപ്പോൾ അത് എല്ലാവർക്കും മതിയാകുമോ, ആവശ്യത്തിനുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങളോട് ചോദിക്കുന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ പറയാം, ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് പറയാം. അപ്പോൾ ഇന്ന് തോന്നുന്നു നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പില്ല, ആ ഒരു ആശയം കൂടെ വിചാരിച്ചോണം, നിങ്ങളുടെ തോന്നലാണ് പറയുന്നത്. കുറച്ചുള്ള അറിവുകൾ വെച്ച് നിങ്ങൾ പറയുകയാണ്, എനിക്ക് തോന്നുന്നു എന്നാണ് ആൻസർ അവിടെ കൊടുക്കുന്നത്. പക്ഷേ അവിടെ ഓർക്കുക, അവിടെ ഉറപ്പില്ല, അവിടെ നമുക്ക് 100% ഉറപ്പില്ല, നമ്മുടെ ഒരു തോന്നലാണ് നമ്മളവിടെ പറയുന്നത്. ഓർത്തിരിക്കാതെ ഐ തിങ്ക് സോ എന്ന് നമുക്ക് പറയാം. നമ്മൾ മലയാളത്തിൽ നമ്മൾ തോന്നുന്നു പറയും, എനിക്ക് തോന്നുന്നു എന്ന് പറയത്തില്ല, ആ ഒരു ആശയമാണ്. അതേപോലെ തന്നെ ഐ ഹോപ്പ് സോ എന്നും പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും, അതായത് ഐ ഹോപ്പ് സോ എന്ന് ആ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവർക്കും ആവശ്യത്തിന് വേണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഹോപ്പ് സോ എന്ന് മറുപടി കൊടുക്കാം. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരറിവും ഇല്ലെങ്കിൽ, അതിനെപ്പറ്റി നിങ്ങൾ അധികം അന്വേഷിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ നിങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം, ഐ ഗസ് എന്ന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാം. മീൻസ് അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ഗസ് എന്ന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാം. ഇതൊക്കെ സ്ഥിരം എക്സ്പ്രഷനുകളാണ്, നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സ്ഥിരം എക്സ്പ്രഷനുകളാണ്. മൂവീസ് കാണുന്നവർക്കറിയാം, സ്ഥിരമായിട്ട് ഈ ഒരു ആൻസർ കേൾക്കാൻ ചാൻസ് ഉണ്ട്.
അതേപോലെ തന്നെ ഐ ഡോണ്ട് തിങ്ക് സോയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് സോ അതിന് നെഗറ്റീവ് ഐ ഡോണ്ട് തിങ്ക് സോയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോവാം. വിൽ ദ ട്രെയിൻ ബി ഓൺ ടൈം? അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുന്ന ഒരു പാസഞ്ചറിനോട് ചോദിക്കുകയാണ്, വിൽ ദ ട്രെയിൻ ബി ഓൺ ടൈം? ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്നൊരു ആൻസറാണ്. അപ്പോൾ അവിടെയും തോന്നലാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ ഒരു ആശയം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ അറിയാം. ട്രെയിനിൻ്റെ ട്രെയിനിൻ്റെ ന്യൂസിനെ പറ്റി, ട്രെയിനിൻ്റെ ടൈമിനെ പറ്റി അദ്ദേഹം ന്യൂസ് കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു അറിവുണ്ട് ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തത്തില്ല എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞത്. അതായത് ട്രെയിൻ കറക്റ്റ് സമയത്ത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞൊരു ആശയമാണ് അതിനുള്ളത്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോയുടെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഈസ് ദിസ് എ ഗുഡ് ബുക്ക്? അതായത് ഒരാളോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു ബുക്കുണ്ട്, ഈ ബുക്ക് ലൈബ്രറി വെച്ച് ചോദിക്കുകയാണ്, ഈ ബുക്ക് നല്ലതാണോ എന്ന് അവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. മീൻസ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ ബുക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. ആ തോന്നൽ വെച്ച് അദ്ദേഹം പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്നൊരു ആൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അവിടെ ഒരു കാര്യമുണ്ട്, അവിടെയും ഷുവർ അല്ല, അദ്ദേഹത്തിന് ഉറപ്പില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അറിവ് കിട്ടി അദ്ദേഹം പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല എന്ന്. 100% ഷുവർ അല്ല, ചെറിയൊരു അദ്ദേഹത്തിന് ആ ബുക്കിനെ പറ്റി അറിയാം. ആ ഒരു അറിവിൽ അദ്ദേഹം പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കറിയത്തില്ല എന്നാണ് അവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ആർ ദേ ഗെറ്റിംഗ് മാരീഡ്? അവർ വിവാഹിതരാകുകയാണോ, കല്യാണം കഴിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ മറുപടി കൊടുക്കുന്നതായിട്ട് ചിന്തിക്കുക ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാം. അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാം. ഐ ഡോണ്ട് തിങ്ക് സോ നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ എപ്പോഴാണ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾക്ക് വലിയ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാം. അല്ലെങ്കിൽ ഐ ഹോപ്പ് സോ എന്ന് കൊടുക്കാം. ഐ ഹോപ്പ് സോ എന്ന് നമ്മൾ എപ്പോഴാണ് മറുപടി കൊടുക്കുന്നത്? നിങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നതല്ല, അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐ ഹോപ്പ് സോ എന്ന് മറുപടി കൊടുക്കാം. അല്ലെങ്കിൽ ഐ ഹോപ്പ് നോട്ട് എന്ന് കൊടുക്കാം. ഐ ഹോപ്പ് നോട്ട് എന്ന് കൊടുത്താൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ, അതായത് അവർ രണ്ടുപേരും ചേർന്നാൽ ശരിയാകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം ഐ ഹോപ്പ് നോട്ട്, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് ഐ ഹോപ്പ് നോട്ട് ചേർത്ത് മറുപടി കൊടുക്കാം. അതേപോലെ ഐ ഗെസ്സോ പറയാം. ഐ ഗെസ്സോ എപ്പോഴാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അവരെപ്പറ്റി ചിന്തിക്കാത്ത ആൾക്കാരാണെങ്കിൽ, ആ കാര്യത്തെപ്പറ്റി വലിയ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് ഈ ഒരു കാര്യം ചോദ്യം നിങ്ങൾ പറയാം, ഇങ്ങനൊരു ആൻസർ പറയാം ഐ ഗെസ്സോ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഷുവർ ഒന്നുമില്ല, നിങ്ങൾ അതിനെപ്പറ്റി തിരക്കാറൊന്നുമില്ല, വലിയ കെയർ ചെയ്യാറില്ല, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കൊടുക്കാം ഐ ഗെസ്സോ എന്ന് പറയാം. അതേപോലെ ഐ ഗസ് നോട്ടെന്നും പറയാം. ഐ ഗസ് നോട്ട് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ക്ലിയറായിട്ട് നിങ്ങൾക്കറിയാം അത് അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാം ഐ ഗസ് നോട്ട്, എനിക്ക് തോന്നുന്നില്ല എന്നാണ് എൻ്റെ ആശയം. പക്ഷേ അവിടെ ഗസ് ചേർത്തത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ആ കാര്യം അറിയാം, അവർ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ക്ലിയറായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഐ ഗസ് നോട്ട് ചേർത്ത് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാവുന്നതാണ്. ഈ ഒരു എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞതിലൂടെ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത് പിടികിട്ടിയെന്ന് വിചാരിക്കും. ഇനി കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈസ് ദിസ് ദ റൈറ്റ് പ്ലേസ് ടു ക്യാച്ച് ദ ബസ്? ഇത് ബസ് കയറാനുള്ള റൈറ്റ് പ്ലേസ് ആണോ എന്ന് ഒരാളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞൊരു മറുപടിയാണ്. അത് മീൻസ് അദ്ദേഹത്തിന് ഉറപ്പില്ല, അതാണ് ബസ് കയറുന്ന സ്ഥലം അദ്ദേഹത്തിന് ഉറപ്പില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞൊരു മറുപടിയാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡസ് ദ മൂവി സ്റ്റാർട്ട് അറ്റ് 8 o'clock? മൂവി 8 മണിക്ക് തുടങ്ങുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സിനിമ തിയേറ്ററിൽ വെച്ച് ഒരാളോട് ചോദിക്കുകയാണ് ഡസ് ദ മൂവി സ്റ്റാർട്ട് അറ്റ് 8 o'clock? മൂവി 8 മണിക്ക് തുടങ്ങുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അവിടെ നിൽക്കുന്ന ഒരാൾ പറയുവാണ് ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അദ്ദേഹത്തിന് അറിയാം, മീൻസ് സ്ഥിരമായിട്ട് മൂവി 8 മണിക്കാണ് തുടങ്ങുന്നത്. ആ ഒരു അറിവ് വെച്ച് അദ്ദേഹം പറയുവാണ് ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്നൊരു മറുപടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ സെൻറ്റൻസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ, ബട്ട് ഐ ഹാവ് ടു ചെക്ക് മേക്ക് ഷുവർ, അതായത് എനിക്കത് ഉറപ്പിക്കാനായിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഈസ് ടോം കമ്മിങ് ടു ദ പബ് ടുനൈറ്റ്? ടോം പബ്ബിൽ ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വേറൊരു സുഹൃത്തിനോട് ചോദിക്കുന്നതാണ് ഈസ് ടോം കമ്മിങ് ടു ദ പബ് ടുനൈറ്റ്? ടോം ഇന്ന് പബ്ബിൽ ഇന്ന് രാത്രി വരുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ആം നോട്ട് ഷുവർ ബട്ട് ഐ തിങ്ക് സോ, എനിക്ക് ഉറപ്പില്ല ബട്ട് ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇതെല്ലാം കോൺവെർസേഷൻ സെൻറ്റൻസാണ്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം.
ആർ യു കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ പ്രസൻറ്റേഷൻ? നിൻ്റെ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടോ എന്ന് രണ്ട് കൊളീഗ്സും രണ്ട് വർക്ക് പ്ലേസിലുള്ള രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ആർ യു കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ പ്രസൻറ്റേഷൻ? നിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഐ ഹോപ്പ് സോ. മീൻസ് അതൊരു പോസിറ്റീവ് ആൻസറാണ്. ഞാനും അതാണ് പ്രതീക്ഷിക്കുന്നത്, ഞാനും അതാണ് ആശിക്കുന്നത്. ഐ ഹോപ്പ് സോ. ഐ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു പ്രിപ്പയർ. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വിൽ ദ കോൺസേർട്ട് ടിക്കറ്റ് ബി എക്സ്പെൻസീവ്? അതായത് കോൺസേർട്ട് എന്ന് വെച്ചാൽ മ്യൂസിക് പരിപാടി. ഒരാളോട് ചോദിക്കുകയാണ്, മ്യൂസിക് പരിപാടിക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമാണ്. ഒരാളോട് ചോദിക്കുകയാണ്, വിൽ ദ കോൺസേർട്ട് ടിക്കറ്റ് ബി എക്സ്പെൻസീവ്? കോൺസേർട്ട് ടിക്കറ്റ് വളരെ എക്സ്പെൻസീവ് ആകുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുഹൃത്ത് പറയുകയാണ് ഐ ഗെസ് സോ. ഐ ഗെസ് സോ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് ആ കാര്യത്തെപ്പറ്റി വലിയ അറിവില്ല, പക്ഷേ എന്തായാലും ചെറിയ ചില ന്യൂസൊക്കെ വെച്ച് അദ്ദേഹം പറയുകയാണ് ഐ ഗെസ് സോ, എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വലിയ ഉറപ്പില്ല. അദ്ദേഹം ഒരു പക്ഷേ പത്രമൊക്കെ വായിച്ച് കാണും, അതിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഒക്കെ അദ്ദേഹം വായിച്ച് കാണും. അപ്പം എക്സ്പെൻസീവ് ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹം ഐ ഗെസ്സോ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉറപ്പില്ല, ചെറിയൊരു ഇൻഫർമേഷൻ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഐ ഗെസ്സോ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് സോ എന്നും പറയാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അറിവുണ്ടെങ്കിൽ ഐ തിങ്ക് സോ എന്നും ചേർത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വിൽ ദ പാക്കേജ് അറൈവ് ബൈ ടുമോറോ? പാക്കേജ് നാളെ എത്തുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അതായത് ഒരാളൊരു സാധനം ഓർഡർ ചെയ്തു, അത് നാളെ എത്തുമോ എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടോ ഫാമിലി മെമ്പറിനോട് ചോദിക്കുകയാണ്. വിൽ ദ പാക്കേജ് അറൈവ് ബൈ ടുമോറോ? നാളേക്കുള്ളിൽ അല്ലെങ്കിൽ നാളേക്കകം പാക്കേജ് എത്തുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. അപ്പം അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ് ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. ട്രാക്കിംഗ് ഇൻഫർമേഷൻ ഷോ ഇറ്റ്സ് ട്രാക്സ്. അദ്ദേഹം അതിൻ്റെ ട്രാക്കിംഗ് അത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ ട്രാൻസ്ലേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് എന്ന് വെച്ചാൽ യാത്രയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം ചെക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹം ഐ തിങ്ക് സോ ചേർത്ത് പറഞ്ഞത്. ഐ തിങ്ക് സോ, എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞൊരു ആൻസർ കൊടുത്തത്. അപ്പോൾ അവിടെ ഷുവർ അല്ല, അദ്ദേഹം അത് കണ്ടിട്ടാണ് പറയുന്നത്, കുറച്ചൊരു അറിവ് വെച്ചാണ് അവിടെ പറയുന്നത് ഐ തിങ്ക് സോ എന്ന്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡു യു ബിലീവ് ഹി വിൽ അക്സെപ്റ്റ് ദ ജോബ് ഓഫർ? നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്നുണ്ടോ അവൻ ആ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുമെന്ന്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ്, ഞാൻ സിറ്റുവേഷൻ പറയുന്നില്ല, സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്തെടുത്തോണം. ഓക്കെ, അപ്പോൾ ഡു യു ബിലീവ് ഹി വിൽ അക്സെപ്റ്റ് ദ ജോബ് ഓഫർ? അവൻ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിനോട് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ്. എനിക്ക് തോന്നുന്നില്ല, അതായത് അദ്ദേഹം ജോലി അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതിൻ്റെ റീസൺ പലതും ആകാം, അവിടെ ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വേറൊരു ജോലിയോടായിരിക്കും താല്പര്യം, വേറെ പ്രൊഫഷനിലോടായിരിക്കും താല്പര്യം. അതുകൊണ്ട് അദ്ദേഹം മറുപടി കേൾക്കുകയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല അവൻ ഈ ജോലി അക്സെപ്റ്റ് ചെയ്യുമെന്ന്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡു യു തിങ്ക് ദ ടീം വിൽ വിൻ ദ ചാമ്പ്യൻഷിപ്പ്? അതായത് രണ്ട് സ്പോർട്സ് കാണുന്ന രണ്ടുപേരും തമ്മിലുള്ള സംസാരമാണ്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദിക്കുന്ന ക്വസ്റ്റനാണ് ഡു യു തിങ്ക് ദ ടീം വിൽ വിൻ ദ ചാമ്പ്യൻഷിപ്പ്? നിനക്ക് തോന്നുന്നുണ്ടോ ഈ ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്ന്? അപ്പം അദ്ദേഹത്തിന് സുഹൃത്ത് പറയുകയാണ് ഐ ഗെസ്സോ. ഐ ഗെസ്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴാണ് ചെറിയൊരു അറിവ് കിട്ടിയെങ്കിൽ നമ്മൾ പറയുന്ന ആൻസറാണ് ഐ ഗെസ്സോ, എനിക്ക് തോന്നുന്നു എന്നൊരു മറുപടി. ദേ ഹാവ് ബീൻ പെർഫോമിങ് വെരി വെൽ ദിസ് സീസൺ. അവർ ഈയിടെയായിട്ട് ഈ സീസണിൽ നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് സോ എന്നും കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ന്യൂസൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ തിങ്ക് സോ ചേർത്ത് എനിക്ക് തോന്നുന്നു എന്ന് പറയാം. അതായത് ചിലപ്പോൾ അവർ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടി ഐ തിങ്ക് സോ ചേർത്ത് നിങ്ങൾക്ക് പറയാം. അവിടെ ഷുവറില്ല, അങ്ങനെയും പറയാം. അപ്പോൾ ഐ ഗെസ്സോ എന്നും പറയാം, ഐ തിങ്ക് സോ എന്നും പറയാം, ഐ ഹോപ്പ് സോ എന്നും പറയാം. അതായത് നിങ്ങളും അതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഐ ഹോപ്പ് സോ എന്നും പറയാം, അല്ലെങ്കിൽ ഐ ഹോപ്പ് നോട്ട് എന്ന് പറയാം. നിങ്ങൾക്ക് ആ ടീമിനെ ഇഷ്ടമില്ലെങ്കിൽ, ആ ടീം വിൻ ചെയ്യുന്ന താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ ഹോപ്പ് നോട്ടെന്നും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഐ തിങ്ക് സോയും ഐ ഹോപ്പ് സോയും ഐ ഗെസ്സോയും നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക. സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന 3 എക്സ്പ്രഷനുകളാണ്. നിങ്ങൾ കോൺവെർസേഷനുകളിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇല്ലാത്തൊരു കോൺവെർസേഷൻ ഇല്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ മൂവീസിലും തുടക്കം മുതൽ അവസാനം വരെ ഐ തിങ്ക് സോ എപ്പോഴും കാണും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.